പിന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്. മാത്രമല്ല അതിനേക്കാൾ പ്രധാനം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന് ജീവിതകാലം അത്രയും രാപ്പകൽ ഭേദമന്യേ അധ്വാനിച്ച് ഒരുപാട് നന്മകളും സംഭാവനയും ചെയ്ത ഒരു വലിയ മഹാന്റെ അന്ത്യത്തിന്, ഒരു മഹാന്റെ കൊലപാതകത്തിന് കാരണക്കാരായ കൊലപാതകരെ ഘാതകരെ കണ്ടെത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വൈയക്തികമായി, കുടുംബപരമായി, സംഘടനാപരമായി, മഹല്ല് തലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ നിരന്തരമായി ഒട്ടേറെ മജ്‌ലിസുകളും പരിപാടികളും ഒക്കെ വീട്ടിലും കുടുംബത്തിലും വ്യക്തിപരമായും പള്ളികളിലും മദ്രസകളിലും ഒക്കെ വെച്ച് നടത്താറുണ്ട്. അവിടെയെല്ലാം CM ഉസ്താദിന്റെ ഘാതകരെ പിടികൂടുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഒരു ഇനമായി ഈ വിഷയം ഉൾക്കൊള്ളിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ആർക്കും സ്വാധീനം ചെലുത്താൻ പറ്റില്ല. ആ പ്രാർത്ഥനയിൽ ആർക്കും സ്വാധീനം ചെലുത്താൻ പറ്റില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിൽ ആർക്കും കൈകൂലി കൊടുക്കാൻ പറ്റൂല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭത്തെ വളച്ചൊടിച്ചുകൊണ്ട് വാർത്തയുണ്ടാക്കാൻ പറ്റൂല. അത് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. കാരണം സ്വാഭാവികമായും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി അധ്വാനിച്ച നിസ്വാർത്ഥനായ ഒരു പണ്ഡിതൻ. ഞാൻ ഉസ്താദിന്റെ ജീവചരിത്രത്തിൽ ഒരിക്കൽ വായിച്ചു. ഉസ്താദിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുന്നു. നാം മനസ്സിലാക്കണം ആരെയാണ് ഈ കൊലപാതകം നടത്തിയത്. ഉസ്താദിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുന്നു. ഒരു നോമ്പ് ദിവസമാണ്. പക്ഷേ ഉസ്താദിനാണെങ്കിൽ നോമ്പ് തുറക്കാൻ MIC എത്തണം. അവിടെ മറ്റാരൊക്കെ നോമ്പ് തുറക്കാൻ വരുന്നുണ്ട്. അവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. ഉസ്താദിന് നോമ്പ് തുറക്കാൻ MIC എത്തണം. പക്ഷെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുന്നു. ഉസ്താദ് അതിഥിയെ കൂട്ടിയിട്ട് MIC നോമ്പ് തുറക്കാൻ കൊണ്ടുപോയി. MIC-യുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ നോമ്പ് തുറക്കുന്ന, MIC-യുടെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുന്ന ഒരു വേദിയാണ്. ആ സദസ്സിലേക്ക് ഉസ്താദിന്റെ ഒരതിഥിയായി ഒരാളെ നോമ്പ് തുറക്കാൻ കൊണ്ടുപോയതുകൊണ്ട് ആ അതിഥിക്ക് നോമ്പ് തുറക്കാൻ പ്രത്യേകമായി അവിടെ ചെലവഴിക്കപ്പെടേണ്ട തുക ആ MIC കമ്മിറ്റിയിലേക്ക് ആ നോമ്പ് തുറ കഴിഞ്ഞ ഉടനെ ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിന്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു. നമുക്കത് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഒരാളെ നോമ്പ് ഒഴിവായി കിട്ടി ആ കോളേജിൽ എത്തിച്ചാൽ ആ ഭക്ഷണം ലാഭമായി എന്നുള്ള ആൾക്കാരാണ്. അപ്പൊ വീട്ടിൽ അതിഥിയായി പങ്കെടുക്കേണ്ടയാളെ ഉസ്താദിന് സൗകര്യപ്രദാനം കോളേജിൽ കൊണ്ടുപോയി നോമ്പ് തുറപ്പിക്കേണ്ടി വന്നപ്പോ ആ നോമ്പ് തുറപ്പിക്കേണ്ട ഭക്ഷണം സ്വാഭാവികമായും ഉസ്താദിന്റെ സ്വകാര്യമായ അതിഥികളെ സൽക്കരിക്കാനുള്ള ഫണ്ടല്ല, അത് പൊതുമുതലാണ്. അതുകൊണ്ട് തന്നെ ആ പൊതുമുതലിൽ നിന്ന് തന്റെ അതിഥിക്ക് ഭക്ഷണം കൊടുത്ത കാരണത്താൽ ആ പൊതുമുതലിനെ, ആ ഭക്ഷണത്തെ ഹലാലാക്കാൻ വേണ്ടി ആ ഒരു അതിഥിക്ക് ഭക്ഷണത്തിന് വേണ്ട ചെലവ് എത്രയാണ് എന്ന് കണക്ക് കൂട്ടി ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ആ നോമ്പ് തുറ കഴിഞ്ഞ ഉടനെ അവിടെ കൊടുത്തു എന്ന് ഉസ്താദിന്റെ ജീവിതത്തിൽ ഞാൻ വായിക്കും. അപ്പൊ ആ മനുഷ്യന്റെ ജീവിത വിശുദ്ധിയുടെ, ആ മനസ്സിന്റെ തെളിച്ചത്തിന്റെ, ആ ജീവിതത്തിന്റെ സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുകയും കൊലപാതകം നടത്താൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഈ ദുനിയാവിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കൊലപാതകയുടെ പിടികൂടും. അവരാരാണെന്ന് നമുക്ക് കൃത്യമായ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെടും. അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടും. അവിടെ ഈ ജുഡീഷ്യറിയിൽ നിന്ന് ലഭ്യമാകാവുന്ന പരമാവധി ശിക്ഷ അവർക്ക് ലഭ്യമാകും. അതിനേക്കാളപ്പുറം നാളെ റബ്ബിന്റെ കോടതിയിൽ വളരെ ശക്തമായ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നു. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഘാതകരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങാടിയിൽ ഇറങ്ങിക്കൊണ്ട് ഓരോ വർത്തമാനം പറയലല്ല. നമ്മുടെ ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മുടെ ഇബാദത്തുകൾക്ക് ശേഷവും നാം പങ്കെടുക്കുന്ന മജ്‌ലിസുകളൊക്കെയും ഈ ലക്ഷ്യസാഫല്യത്തിന് വേണ്ടി, ഈ സത്യം പുറത്തു വരുന്നതിന് വേണ്ടി നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആ അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ 100% വിജയം വരിക്കാൻ
സഹകരിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ ബഹുമാനിയായ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സദസ്സ് തുടങ്ങി. ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇവിടെ സംസാരിക്കാനുണ്ട്. മുതഅല്ലിമീങ്ങൾ, മുഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, ഒരുപാട് നല്ല മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ്. ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഈ ലക്ഷ്യം വളരെ കൃത്യമായി വിജയിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സി ഉസ്താദിന്റെ ഘാതകരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് എല്ലാ ഇടപെടലുകൾക്കും, എല്ലാ സ്വാധീനങ്ങൾക്കും, ഏത് വലിയ പണത്തിന്റെ ഓഫർ ഉണ്ടായാലും, എത്ര വലിയ സ്വാധീനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ അധികാരത്തിന്റെ സ്വാധീനം ഉണ്ടായാലും അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് ഈ നിയമത്തിന്റെ കോടതിയിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കുമാറാകട്ടെ. അവർക്കതിന് ശക്തി നൽകട്ടെ, അവർക്കതിന് കരുത്ത് നൽകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളിൽ വളരെ ആത്മാർത്ഥമായി, വളരെ ഐക്യത്തോടുകൂടി, വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം അള്ളാഹു ആത്മാർത്ഥമായ ശക്തിയും ഓജസ്സും ഹിമ്മത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിലൊക്കെ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.